മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറപ്പെട്ടു വന്നത്, ആ പുറപ്പെട്ട് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. കുടുംബസമേതം വോട്ട് ചെയ്യാനായി എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പ്രദേശത്തെ ബൂത്തിലാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനും അടക്കം എത്തിയിരിക്കുന്നത്. മകനും ഒപ്പം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്, മകനും ഉണ്ടെന്ന് കരുതുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ്. കണ്ണൂർ ചേരിക്കൽ ജൂനിയർ ബേസിക് LP സ്കൂളിലേക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. രാവിലെ തന്നെ വോട്ട് ചെയ്യാനായി നേതാക്കൾ എല്ലാവരും എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും വോട്ട് ചെയ്യാൻ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തുക. മകൾ വീണ വിജയനും ഒപ്പമുണ്ട്. അഭിജിത്ത്, കുടുംബസമേതം മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ സുജിയ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കമല, മക്കൾ എന്നിവരടക്കം ഈ കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനായി ഇപ്പോൾ ഈ ചേരിക്കൽ സ്കൂളിലെ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം അപ്പുറമാണ് സുജിയ അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു 100 മീറ്റർ ഇപ്പുറം വാഹനമിറങ്ങി അതിനുശേഷം കാൽനടയായി അദ്ദേഹം ഈ ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനായി അകത്തേക്ക് കയറുകയും ചെയ്യും. നിലവിൽ വേറെ ആരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിനായി വന്നിട്ടില്ല. രാവിലെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ബൂത്തിൽ മറ്റാരും തന്നെയില്ല. മുഖ്യമന്ത്രി എത്തുന്നു. അദ്ദേഹം കുടുംബസമേതം വോട്ട് ചെയ്ത് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 125 അദ്ദേഹത്തിന്റെ ഈ ബൂത്തിലെ ക്രമ നമ്പർ. അദ്ദേഹത്തിന്റെ ഭാര്യ 126. അങ്ങനെ കുടുംബാംഗങ്ങൾ ആ ക്രമത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് നമ്പറും വരുന്നത്. നിലവിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്നതിനായി ഈ ബൂത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ നടപടിക്രമങ്ങൾ, അദ്ദേഹത്തിന്റെ വോട്ടിംഗ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം സുജിയ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, പലതരത്തിലുള്ള. തീർച്ചയായും സുജിയ, അദ്ദേഹം ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. രാവിലെ അദ്ദേഹം നടന്നു വരുമ്പോഴും നമ്മൾ കണ്ടിരുന്നു. നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് CM മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. അദ്ദേഹം ഒപ്പമുള്ളവരുമായൊക്കെ കുശലം പറയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങളാണ് സുജിയ, നിരവധി വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് പോകാം. അഭിജിത്ത്, മുഖ്യമന്ത്രി ഒന്നാം നമ്പർ ബൂത്തിലേക്ക്, ഒന്നാമത്തെ ബൂത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അതവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മുഖത്തേക്കും ആ പുഞ്ചിരി വന്നിട്ടുണ്ട്. പോളിംഗ് ഏജന്റ് അടക്കം അവിടെയുണ്ട്. മുഖ്യമന്ത്രി, പിന്നാലെ ഭാര്യ കമലാ വിജയൻ, മക്കളായ വീണയും വിവേകും ഒപ്പമുണ്ട്. ഒരു മുതിർന്ന വോട്ടർ അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞു. അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനമാണ് എന്നത് ഈ ചൂണ്ടുവിരലിൽ മഷി പുരണ്ട ശേഷം, വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്ന് മുഖ്യമന്ത്രി പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ചിരിച്ചാൽ കുഴപ്പം, ചിരിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന്. മുഖ്യമന്ത്രിയെ ചിരിച്ച മുഖത്തോടെ കാണാനാണ് എനിക്കിഷ്ടം. പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ രാവിലത്തെ ആ ഒരു ഇളവയിലൊക്കെ ഏറ്റു നടന്നു വരുന്ന ആ കാഴ്ച എന്തായാലും ഗംഭീരമായിരുന്നു. മക്കളായ വിവേകും വീണയും ഭാര്യ കമലാ വിജയനും ഒപ്പമുണ്ട്. മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനായി പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ വോട്ട് പിന്നെ ആർക്കായിരിക്കും എന്നുള്ളതിൽ നമുക്ക് വലിയ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ തന്നെ ആവശ്യമില്ല. എങ്കിലും ഇന്നത്തെ ദിവസം വോട്ട് ചെയ്തത് ആർക്കാണെന്ന് നമ്മൾ ആരും വെളിപ്പെടുത്തുന്ന ഒരു രീതിയല്ല നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിലുള്ളത്. കണ്ണൂർ പിണറായി പഞ്ചായത്തിലെ 1-ാം നമ്പർ ബൂത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ്. അടുത്തതായി ഭാര്യ കമലാ വിജയനും വോട്ട് ചെയ്യാനായി പോകുന്നു. മുഖ്യമന്ത്രിയുടെ വോട്ട് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാം കൃത്യമല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ഉറപ്പിച്ച് മുഖ്യമന്ത്രി വീണ്ടും ചിരിയുണ്ട്, ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് ഇറങ്ങേണ്ട വഴി ഏതാണ് എന്നതൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്.